നമസ്കാരം. ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കഴിഞ്ഞ ഫെബ്രുവരി 28 നടത്തിയ ആക്രമണത്തിൽ അവിടുത്തെ പരമോന്നത മത നേതാവായ അയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നിരവധി പേരും കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായ മുസ്തഫ ഖമേനിയെ അവിടുത്തെ ഭരണവിഭാഗം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മുസ്തഫ ഖമേനി എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച ദുരൂഹത തുടരുകയായിരുന്നു. ഫെബ്രുവരി 28 നടത്തിയ ആക്രമണത്തിൽ മുസ്തഫ ഖമേനിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലിനാണ് പരിക്കേറ്റത് എന്നായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് കോമ സ്റ്റേജിൽ, അതായത് അബോധാവസ്ഥയിൽ കഴിയുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇറാൻ ഇക്കാര്യങ്ങളൊന്നും തന്നെ നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിലെ തന്നെ ഖൂമിലെ ഒരു വിശുദ്ധനഗരമാണ് ഖൂമിലെ ഒരു ആശുപത്രിയിൽ മുസ്തഫ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ റിപ്പോർട്ട് പറയുന്നത് ഇനിയും മുസ്തഫ ഖമേനിക്ക് ബോധം തിരിച്ച് കിട്ടിയിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ രീതിയിലുള്ള പരിക്കേറ്റു എന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് വയറിനും അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്കും പരിക്കേറ്റു, കാലിന് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിശ്ചലനായി തന്നെ ഇങ്ങനെ മരിച്ചതിനൊപ്പം കിടക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഇറാനിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും ഉള്ള അവസ്ഥ അദ്ദേഹത്തിനില്ല എന്നും തന്നെ പിതാവിൻ്റെ പിൻഗാമിയാക്കിയതുപോലും മുസ്തഫ ഖമേനി അറിഞ്ഞിട്ടില്ല എന്നുമാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 അയത്തുള്ള അലി ഖമേനിയുടെ വീട്ടിന് നേർക്ക് അമേരിക്ക ആക്രമണം നടത്തുന്ന സമയത്ത് മുസ്തഫ ഖമേനി വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വീട്ടിനുള്ളിലായിരുന്നില്ല അദ്ദേഹം. എങ്കിലും ഗുരുതരമായ രീതിയിലുള്ള പരുക്ക് അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോൾ ഇറാൻ ശരിക്കും ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇറാനിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ് എന്നുള്ളൊരു പ്രശ്നവും അവിടെ ഉദിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത് അവിടുത്തെ മത ഭരണകൂടവും പിന്നീട് IRGC എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന അവരുടെ ഒരു തീവ്ര സൈനിക വിഭാഗവുമാണ്. എന്നാൽ IRGCയുടെ പ്രധാനപ്പെട്ട പല നേതാക്കൾ ഇതിനോട് തന്നെ കൊല്ലപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണ് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കുന്നതും നടപ്പിലാക്കുന്നതും ഇസ്രായേലിനും അമേരിക്കയ്ക്കൊക്കെ എതിരെ വെല്ലുവിളികൾ ഉയർത്തുന്നതും എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് അയത്തുള്ള അലി ഖമേനിയുടെ മൃതദേഹം ഇപ്പോൾ എവിടെയാണ് എന്നാണ്. ഈ മൃതദേഹം ഇപ്പോൾ ഇറാൻ സർക്കാരിൻ്റെ കൈവശം തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ മൃതദേഹത്തിന് ഏതാനും അവശിഷ്ടങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് വളരെ കൃത്യമായ രീതിയിൽ, അത് മതാചാര പ്രകാരമുള്ള സംസ്കാരം ഉടൻ തന്നെ അവർ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. കൂടാതെ അദ്ദേഹത്തെ സംസ്കരിക്കുന്ന സ്ഥലത്ത് വലിയൊരു സ്മാരകവും മ്യൂസിയവും ഒക്കെ നിർമ്മിക്കാനും ഇറാൻ സർക്കാർ ലക്ഷ്യമിടുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ എത്രത്തോളം സാധ്യമാകും എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. കാരണം അമേരിക്ക ഇറാനിലേക്ക് ഇനി കൂടുതൽ ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മതിയായ രീതിയിലുള്ള സംസ്കാര ചടങ്ങ് നടത്താൻ പോലും കഴിയുമോ എന്നുള്ള സംശയമുണ്ട്. കൂടാതെ അയത്തുള്ള ഖമേനിക്കൊപ്പം 40-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതും ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്തുള്ള ആളുകളും ഒപ്പം ഖമേനിയുടെ കുടുംബാംഗങ്ങളും ആണ് ഈ കൊല്ലപ്പെട്ടത്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ സംസ്കാര ചടങ്ങുകൾ ഇനിയും നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ ഇറാനിൽ നിലനിൽക്കുകയാണ്. അവിടെ ഭരിക്കാൻ ആരുമില്ല. അവിടെ രാജ്യത്തെ പ്രസിഡന്റ് പെഷസ്കിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു അധികാരവും ഇല്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥിതിഗതിയിൽ ഇറാൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എങ്കിൽ പോലും സൈനികമായി അവർ ഇപ്പോഴും മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. ഇറാൻ്റെ കാര്യത്തിൽ വ്യോമസേന മാത്രമാണ് കുറച്ച് ദുർബലമായിട്ടുള്ളത്. അവരുടെ കരസേന അതിശക്തമാണ്, നാവികസേന ശക്തമാണ്. ബാക്കി എല്ലാ തലങ്ങളിലും വലിയ തോതിലുള്ള മിസൈൽ ശേഖരമുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ഇസ്രായേലിനെ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ തന്നെ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ അവർ കഴിയുമെന്നാണ് കരുതുന്നതെങ്കിലും അമേരിക്കയും ഇസ്രായേലും പൂർണ്ണ രൂപത്തിൽ ആക്രമണം ആരംഭിച്ചാൽ ഇറാൻ തകർന്ന് തരിപ്പണമാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിനിടയിലും ഈ മുസ്തഫ ഖമേനി അബോധാവസ്ഥയിലാണ് എന്നുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോഴും പലപ്പോഴും പ്രസ്താവനകളും മറ്റും പുറത്തു വരുന്നത് ഈ മുസ്തഫ ഖമേനിയുടെ പേരിലാണ്. അബോധാവസ്ഥയിൽ കിടക്കുന്ന കോമ സ്റ്റേജിലുള്ള ഒരാളിന് എങ്ങനെയാണ് ഈ പ്രസ്താവന നടത്താൻ കഴിയുക എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കൂടാതെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു അന്വേഷണം നടത്തിയാൽ ഈ മുസ്തഫ ഖമേനിയുടെ യഥാർത്ഥ ആരോഗ്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനും കഴിയും. പക്ഷേ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് യുദ്ധസമയത്ത് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം.